അപ്പം ഞാൻ ഇന്ന് വന്നിക്കണ് ഒരു വാഴമ്പിണ്ടി എടുത്തിട്ട് ഉപ്പേരി വെക്കാലോ വെച്ചിട്ടാണ്. ഇന്ന് ഒരു വാഴ കൊല വെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പിണ്ടി കൊണ്ട് നമുക്ക് ഉപ്പേരി വെക്കാനാണ്. അത് പറിച്ചെടുക്കുക കേട്ടോ. പറിച്ചെടുക്കണേൻ്റെ ഒരു പൊട്ട് കൈ കൂടെ പോന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ പൊളിച്ച് എടുക്കുക ഓരോന്നായിട്ട്. കൊല വെട്ടിയിട്ട് 2 ദിവസമായിട്ടാണ്. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് വന്നു കേട്ടോ. ഇത്രയായിട്ട് കിട്ടിയത്. ഞാൻ കഷ്ണാക്കി പാത്രങ്ങൾ കഴുകാനുള്ളത്. രാവിലെ നൂൽപുട്ടും ചെറുപയർ കറി ഉണ്ടാക്കി അതിൻ്റെ പാത്രങ്ങളാണ് എടുക്കുന്നത് കഴുകാൻ. മുതിര ഇട്ടിട്ടാട്ട് വെക്കുന്നത്. മുതിര തപ്പാണ് ഞാൻ. കിട്ടി മുതിര. അത് കഴുകാൻ ഇന്നിപ്പിൻ്റെ നോക്കൽ കഴിഞ്ഞിട്ട് കേട്ടോ. പപ്പട കമ്പിയോട് അതിൻ്റെ മുകളിലത്തെ നൂലൊക്കെ ചുറ്റി വെക്കുക. എൻ്റെ അമ്മയ്ക്ക് മുള്ളില്ലേ, മുള്ള്, വെയിലിയുടെ മുകളിലത്തെ മുള്ള്, അതുകൊണ്ടാക്കിയായിരുന്നു. ഇപ്പം എവിടെ വെയിൽ തന്നെ ഇല്ലല്ലോ, മുള്ളൊന്നും കിട്ടാനില്ല. പപ്പട കോലി വെച്ചിട്ടോ ഞാൻ എടുക്കണത്. വേണ്ട നൂല് വരുന്നിങ്ങനെ ചുറ്റുമ്പോൾ. അപ്പോൾ മുതിര അരിക്കണത്ര കല്ലുണ്ടെങ്കിൽ അപ്പോൾ മുതിര അരിച്ചെടുക്കുക കേട്ടോ. നമുക്കത് കഴുകിയിട്ട് അരിപ്പയിൽ വെള്ളം മാറാൻ വെച്ചിട്ടുണ്ട്. ഇനി മുതിര നമുക്ക് വറക്കാം. അതിൽ വെള്ളമുള്ളത് ഇങ്ങനെ പൊട്ടുക കേട്ടോ കഴുകിയിട്ട്. വെള്ളമൊക്കെ വറ്റി മുതിര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് പൊട്ടുന്നുണ്ട്. അപ്പം മുതിര ആയിട്ടോ. ഇനി അത് ചൂടാറിയിട്ടാണ് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓവറായിട്ട് പൊടിയൊന്നും വേണ്ട, ഒന്നും കൂടി പൊടിച്ചെടുത്താൽ മതി. ഇതേ കുക്കറിലിട്ടിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അയിലയാണ് കിട്ടിയിരിക്കുന്നത്. മീൻ കറി വെക്കണം. പൂച്ച മീൻ കണ്ടപ്പോൾ കണ്ടോ എൻ്റെ 4 പുറം നിന്ന് ചുറ്റുക. അവർ ഞാൻ മീൻ എടുത്താൽ മതി, എൻ്റെ പിന്നാലെ ചുറ്റി നടക്കും. അപ്പം മുതിര വന്നിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ച ഉണ്ണിപ്പിൻ്റെ അതിലേക്ക് വാരിയിടുക.
അതിൽ കുറച്ച് വെള്ളം കൂടി വറ്റാണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു. ഇനി അത് തൂമിക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ 1 മണി കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഇല ഇടുക. കടുക് ഇട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഇട്ടു, വേപ്പിൻ്റെ ഇല ഇട്ടു. കുറച്ച് വെച്ചിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചിട്ടുണ്ട്, അതിലിടുക. ഞാൻ ഇളക്കി കൊടുക്കുക. ഞാൻ ചായ വെച്ചതാട്ടോ, ചായ കുടിക്കാമല്ലോ വെച്ചിട്ട്. പപ്പടം പൊരിച്ചതും ചായയും നല്ല രസമല്ലേ. ഞാൻ പപ്പടം പൊരിക്കും ചെയ്യുക, ചായ കുടിക്കാലോ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വെന്തു കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ വറ്റി ശരിയായി വന്നിട്ടുണ്ട്. കറി വെക്കാനുള്ളത് ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കറി വറ്റിയിട്ട് വേകുമ്പോഴത്തേന് നമുക്ക് എളുപ്പം മീൻ നന്നാക്കിയിട്ട് വരാം. കറി അങ്ങനെ വറ്റട്ടെ. കയ്യിൽ അതിൽ തന്നെ ഇട്ടുവച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ തിളച്ചിട്ട് പുറത്ത് പോകും. ഞാൻ മീൻ നന്നാക്കിയിട്ട് വരാം. മീൻ നന്നാക്കി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പപ്പടം പൊരിച്ചു. പപ്പടം പൊരിച്ചതും ചായയും കുടിക്കാനാണ്. മഴയും പെയ്യുന്നുണ്ടല്ലോ. പപ്പട കമ്പി എടുക്കുക കേട്ടോ. അപ്പം ഈ പപ്പടത്തിൻ്റെ മുകളിൽ ഒരു ഓട്ട തുളച്ച് കഴിഞ്ഞാൽ തോനെ പൊള്ളായിട്ട് വരില്ല. നല്ല പൊള്ള നന്നല്ല, ഇഷ്ടമല്ല നമുക്ക്. അപ്പം അതിന് കമ്പി വെച്ചിട്ട് ഒരു തുളച്ച് പൊരിച്ചെടുക്കുക പപ്പടം. പപ്പടം അങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. പപ്പടമൊക്കെ പൊരിച്ചിട്ട് പപ്പടപ്പാത്രം നമുക്ക് അടച്ചേക്കാം കേട്ടോ. എനിക്ക് കരിഞ്ഞ പപ്പടം കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ നല്ല മൊരിച്ചിട്ടുണ്ട്. പപ്പടം പൊരിച്ചതും ചായയും കുടിക്കാം കേട്ടോ. പപ്പടം പൊരിച്ചതും ചായയും നല്ല ടേസ്റ്റാണ്. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പൈപ്പാണ്. എത്ര നിന്നാലും പൈച്ചും കൊണ്ട് തന്നെ ഇരിക്കും. ആർക്കൊക്കെ പപ്പടം പൊരിച്ചതും ചായ ഇഷ്ടമുള്ളവർ വെച്ച് കമൻറ്റ് ചെയ്യേ. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടതാട്ടോ. നോക്കി നോക്കുമ്പോഴാണ് മക്കളെ ഏത് കണ്ടത്. നിങ്ങൾ നോക്കി നോക്കുകയാണ്, നിങ്ങൾ കണ്ടിക്കണം.
മരുന്നടിക്കത്രേ നെല്ലിന്. സാധനം കണ്ടോ, അതിൽ മരുന്ന് നിറച്ചിട്ട് അതിങ്ങനെ നെല്ലിന് അടിച്ചു കൊടുക്കും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണിത്. ഞാൻ ഈ റബ്ബറിനൊക്കെ മരുന്നടിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഹെലികോപ്റ്റർ വന്നിട്ട് ഇങ്ങനെ അടിക്കണ കണ്ടിട്ടുണ്ട്. എന്താ ഇത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടവരുണ്ടോ? ഇതുണ്ടോ, സാധനം താഴത്ത് ഇറങ്ങുക കേട്ടോ. താഴത്ത് ഇറങ്ങിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പൂച്ച കണ്ടില്ലേ. എന്താ തിന്നുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നീർക്കോലീനെ, പാടത്തുനിന്ന് നീർക്കോലീനെ പിടിച്ചു കൊടുന്നിട്ട് തിന്ന പൂച്ച. ഈ ഭണ്ഡാരങ്ങളാണ് എപ്പോഴും ഇങ്ങനെ വരുമ്പറ്റേ എന്തേലും വന്ന് തലട്ടോ. തിന്ന് നോക്കി നോക്കി. എന്താ പകുതി മുക്കാലും തിന്നിക്കണു, അടുത്ത് പോണു. അത് കഴിഞ്ഞ് അവരെ വീണ്ടും മരുന്നയിൽ ഒഴിച്ചിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങിട്ടോ. തെങ്ങിൻ്റെ മറവ് ഇതും കാരണം അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല കേട്ടോ. വീണ്ടും താഴ്ത്തിറങ്ങി. അപ്പം ശരി.